പ്രവാചകന് മുമ്പ് തന്നെ ഇന്ത്യയുമായിട്ടും കേരളവുമായിട്ടും നല്ല ബന്ധമുള്ള ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു അറബ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കോഴിക്കോടിനെ ഒരു സമചതുരത്തിലോ വട്ടത്തിലോ നിങ്ങൾ ഒരു 5 കിലോമീറ്റർ വട്ടത്തിൽ വരച്ചാൽ അതിന്റെ ഉള്ളിൽ നിങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്മ്യൂണിറ്റിയും കാണാൻ പറ്റും. മുസ്ലിങ്ങളിലെ എല്ലാ സെക്റ്റുകളെയും കാണാൻ പറ്റും, ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ എല്ലാ സെക്റ്റുകളെയും കാണാൻ പറ്റും, അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റും. ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഫാമിലി ഒരു നൂറ്റാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊളോണിയലിസത്തിനെതിരെ യുദ്ധം ചെയ്തതിന്റെ കഥയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള മരക്കാർമാരുടെ കഥ. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിനെയാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയാം. ഈ ജാഹിലിയ കാലഘട്ടത്തിലും മക്ക വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. അവിടെ ഒരുപാട് ബിസിനസ് നടന്നിരുന്നു, പ്രത്യേകിച്ച് സിറിയയിലേക്കും മറ്റൊക്കെ ഉള്ളത്. അതുപോലെ അവിടെ മക്ക ഉള്ളത് കൊണ്ടും മറ്റും അന്ന് മക്കയിലെ കഅബയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കാറുണ്ടായിരുന്നു. അതിലെ ഫെസ്റ്റിവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കവികൾ പാട്ട് എഴുതി വെക്കും, കവിതകൾ. അങ്ങനത്തെ കവിതകൾ പറയുന്ന പേരാണ് മുഅല്ലക്ക. ഈ മുഅല്ലക്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സബുൽ മുഅല്ലക്ക എന്ന 7 കവിതകളുണ്ടായിരുന്നു. അങ്ങനത്തെ കവിതകളിൽ പിൽക്കാലത്ത് പഠനം നടത്തിയപ്പോൾ ആ കവിതകളിലുള്ള ഒരു റെഫറൻസാണ് ഇന്ത്യയിൽ നിന്നുമുള്ള കുരുമുളകിനെ കുറിച്ചുള്ള ഒരുപാട് റെഫറൻസ് വരുന്നുണ്ട്. ഇത് പ്രവാചകന് മുമ്പുള്ള കാലഘട്ടത്താണ്. അതേപോലെ തന്നെ ഈ ഹിന്ദിൽ നിന്നുള്ള വാളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാളായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് പ്രവാചകന് മുമ്പ് തന്നെ ഇന്ത്യയുമായിട്ടും കേരളവുമായിട്ടും നല്ല ബന്ധമുള്ള ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അറബ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പ്രവാചകൻ അവിടെ വരുന്നതും പ്രവാചകൻ്റെ ഇസ്ലാമിൻ്റെ ആഗമനവും ഈ ഭാഗത്തേക്കും വളരെ പെട്ടെന്നെത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റിലൊക്കെ അറബി പേരുകൾ കാണാൻ കഴിയും. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും വലിയൊരു മൾട്ടി കൾച്ചറൽ മൾട്ടി എത്നിക് ആയിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലക്കാണ് കോഴിക്കോടിനെ നമ്മളൊരു മധ്യകാലഘട്ടത്തിൽ കാണുക. ഇപ്പോൾ പിന്നെ രാജേഷ് സാറ് ഇതിൻ്റെ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പറയുകയും അതിൻ്റെ ഒരു മധ്യകാലം പറയുകയും ചെയ്യുമ്പം പ്രീ ഹിസ്റ്റോറിക് പീരീഡിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് കൊട്ടാരവും കോട്ടയും ഉള്ളൊരു ഇത് കാണാൻ പറ്റും. അവിടുന്ന് ഇപ്പോൾ സാമുതിരി രാജാവിൻ്റെ കൂടെ തന്നെ ശാബന്തർ കോയയും കൂടി പറയുമ്പോഴാണ് ആ കഥ പൂർത്തിയാകുകയും ചെയ്യുന്നത്. കോഴിക്കോട് ഈ പറഞ്ഞ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചിരുന്ന ഈ നാടുവാഴികൾ കോഴിക്കോട്ടേക്ക് എത്തുന്നു. ഈ കോഴിക്കോട് പിടിച്ചിട്ട് ഒരു തുറ കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. തുറ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ യുദ്ധത്തിൽ എപ്പോഴും കൂടെ നിൽക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള അറബ്സ് ആണെന്നാണ് പറയുന്നത്. അറബ്സ് ആ സമയത്ത് കോഴിക്കോട് പ്രധാനമാവാത്തൊരു ഘട്ടത്തിൽ ചാലിയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കച്ചവടവും പ്രത്യേകിച്ച് കുതിരകൾ, അറബ് കുതിരകൾ കൊണ്ടുവരുന്നു. ഇവിടുന്ന് ഫിൽഫിൽ കുരുമുളക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വലിയൊരു കച്ചവട കേന്ദ്രമായിട്ട് ചാലിയുണ്ട്. അപ്പോൾ ഇവരുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റിച്ചിറ ഭാഗത്തേക്കാണ് ആദ്യമായിട്ട് അന്ന് ഈ പോർലാതിരിമാരുടെ ഒരു ഫോക്കസ് കുറ്റിച്ചിറാണ്. ഈ ഒരു സിറ്റി ഉണ്ടായിട്ടില്ല. ഇത് പിന്നീട് ഉണ്ടാക്കുന്ന ഒരു പ്ലാൻഡ് സിറ്റിയാണ്. കണ്ടാൽ തന്നെ അറിയാം, സമചതുരത്തിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള അതിൻ്റെ നടുവിൽ വീണ്ടുള്ള 4 ഭാഗം തിരിച്ചിട്ടുള്ള നഗരം കെട്ടി എന്ന ഒരു സിസ്റ്റം പ്രകാരമാണ് ഈ ഒരു സാമൂതിരിൻ്റെ ഒരു കോട്ട ഭാഗം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എത്തുന്ന ഈ കുറ്റിച്ചിറ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെയാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ പള്ളി ഉണ്ടാക്കുന്നു. സാമൂതിരിയും കൂടി ചേർന്നുകൊണ്ട് ശാബന്തർ കോയ ഷാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓർ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ്. നമുക്കറിയാം പേർഷ്യനാണ്. ഷാ ബന്ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർട്ട് ആയിട്ടുള്ളൊരു നെയിമാണ്. കോയ എന്ന് പറഞ്ഞാൽ ഖ്വാജ എന്നാണ്. അപ്പോൾ ഈ ഖ്വാജ രാജാവ്, കിങ് എന്ന രീതിയിൽ, അപ്പോൾ പോർട്ടിൻ്റെ കിങ് എന്ന ഒരു പൊസിഷനാണ് സാമൂതിരി കൊടുക്കുന്നത്. അത് മാമാങ്കത്തിൽ ഏറ്റവും റിച്വലിസ്റ്റിക് ആയിട്ടുള്ള സമയത്ത് പോലും ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ട്രേഡ് എന്നൊരു പാർട്ടിലേക്ക് എപ്പോഴും ഈ കഥകളിലും ലിറ്ററേച്ചറിലും തുടക്കം മുതൽ തന്നെ ഈ മുസ്ലിം കഥാപാത്രങ്ങൾ കടന്നു വരാൻ പറ്റും. വളരെ അത് ഇപ്പോഴും ഞാൻ പറഞ്ഞു, കോഴിക്കോട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു കോഴിക്കോടിൻ്റെ ഒരു 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 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു എത്നിക് കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള. അതിൽ ഈ പറഞ്ഞ ഡിഫറെൻറ്റ്, എസ്പെഷ്യലി ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഗുജറാത്തിയിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി, ഗുജറാത്തി കമ്മ്യൂണിറ്റിയിലുള്ള ഹിന്ദു ജൈൻ കമ്മ്യൂണിറ്റി, ഇപ്പോഴും നമുക്ക് ജൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ വൈഷ്ണവൈറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗവും പിന്നെ പല ഭാഗത്തു നിന്നുള്ള അതിനോട് ചേർത്ത് വെക്കാവുന്ന മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ വരുന്നതാണ് ഒന്ന് സയ്യിദന്മാരാണ്. സയ്യിദ് ജിഫ്രികളാണ് പ്രധാനമായിട്ട് കോഴിക്കോട് എത്തിയിട്ടുള്ളത്. കേരളത്തിൽ 2 തരം സയ്യിദ് ഫാമിലികളാണ് കേരളത്തിലെത്തിയിട്ടുള്ളത്. ഒന്ന് ബുഖാറ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബുഖാരി സയ്യിദന്മാർ, തങ്ങൾ കുടുംബം.
മറ്റൊന്ന് ഈ ഹൽറാമി റൂട്ടിലുള്ള ഹലറമൗത്തിൽ നിന്നും വന്നിട്ടുള്ള തരീം എന്ന സ്ഥലത്ത് നിന്നിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഇവരും വളരെ ഗ്രാജുവലായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു റിലീജിയസ് ഹെഡായിട്ടുള്ള ആളുകൾ ഈ മലബാർ പോർട്ടിൽ എങ്ങനെ എത്തി എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രധാനമായിട്ടും പറയുന്നത് ഈ അറബി കച്ചവടക്കാർ അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ എത്തുന്ന സമയത്ത് തന്നെ ആ കപ്പലിൽ തന്നെ പണ്ഡിതന്മാരായ ആളുകളുണ്ടാവും. രണ്ട് കാരണമുള്ളത്. ഒന്ന്, ഇസ്ലാമിക പ്രചരണം എന്നതിനപ്പുറത്തേക്ക് സൂഫികളാണ്. ഈ ഒരുപാട് സൂഫി സെക്റ്റുകളുണ്ട്. ഈ സൂഫി സെക്റ്റുകളിലെ പ്രധാനപ്പെട്ട സൂഫി സിൽസിലകളുടെ ആളുകളൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഒന്ന്, ഈ കപ്പലിൽ കയറുമ്പോൾ അവർക്കൊരു ധൈര്യമാണ്. പലപ്പോഴും പല പ്രശ്നം ഉണ്ടാകുമ്പോഴും അവർ നേർച്ച നേരുന്നുണ്ട്, ഇവിടെ സമാധാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പള്ളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇന്ന് നമ്മളൊരു ഐക്കോണിക് സിമ്പിളായിട്ടുള്ള കോഴിക്കോട്ടെ പള്ളി, കുറ്റിച്ചിറയിലുള്ള മിഷ്കാൽ പള്ളി, നാഹൂദ മിഷ്കാൽ നാഹൂദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിലർ, ഒരു കപ്പിത്താൻ, മിഷ്കാൽ എന്ന കപ്പിത്താൻ ഉണ്ടാക്കിയ പള്ളിയാണ് നാഹുദ മിഷ്കാൽ. 14-ാം നൂറ്റാണ്ടിലാണ് ആ പള്ളി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ ആളുകളുടെ കൂടെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരായ ആളുകൾ വരുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി അതാണ് ഒരു കമ്മ്യൂണിറ്റി. മറ്റൊന്നാണ് ഈ ജിഫ്രി പോലെ തന്നെ മറ്റൊന്ന് ബറാമികളുടെ ഒരു ലീനേജ് ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ അത് വേറെ ഒരു ലാൻഡ് ഏരിയയിലാണ് എത്തുന്നത്. മറ്റൊന്നാണ് മഖ്ദൂമികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ അടുത്ത അനുയായിയായിരുന്ന അബൂബക്കർ ബിൻ സിദ്ദീഖിൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് മലബാറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. അപ്പം മമ്പറം തങ്ങന്മാരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സയ്യിദ് കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികൾ ഇവിടെ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആഫ്രിക്കൻസ്. അപ്പോൾ കുറ്റിച്ചിറയിലുള്ള മിഷ്കാൽ പള്ളി പോലെ തന്നെ അടുത്തതാണ് ജുമാഅത്ത് പള്ളി. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും ഏർലി ടൈമിലുണ്ടായിട്ടുള്ള പള്ളിയാണ് ഈ ഇപ്പോൾ നമ്മൾ രാജേശ്വരന് ഇതായിട്ട് പറഞ്ഞിട്ടുള്ള മുച്ചുന്തിപ്പള്ളി ഉണ്ടാക്കിയതായിട്ട് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഒന്ന് അവിടുത്തെ മുച്ചിയാൻ്റെ അകമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും മുച്ചുന്തിപ്പള്ളിയുടെ ഒരു റൂട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ആഫ്രിക്കൻ അടിമയായിട്ടുള്ള ഒരാളാണ് ആ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ആഫ്രിക്കൻസ് ഉണ്ട്, സിറിയൻസ് ഉണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള പല കമ്മ്യൂണിറ്റി സെക്റ്റുകളുണ്ട്. എഗെയിൻ പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഡിഫറെൻറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റീസിനെയും നമുക്കിവിടെ കാണാൻ കിട്ടും. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടീമാണ് ദാവൂദി ബോറ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഷിയാക്കളിലെ ഒരു ചെറിയ സെക്റ്റാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ടോട്ടലി തന്നെ ഡിവൈഡഡ് ടു ആസ് ഷിയ ആൻഡ് സുന്നി. ഇതിലെ ഷിയ കമ്മ്യൂണിറ്റിയിലെ ഈജിപ്ത് കേന്ദ്രമാക്കിയിട്ട് ഈജിപ്തിൽ നിന്ന് മുംബൈയിൽ നിന്ന് എത്തിയിട്ടുള്ള ദാവൂദി ബോറ കമ്മ്യൂണിറ്റി ഇപ്പോഴും വളരെ സജീവമായിട്ട് കോഴിക്കോടിൽ ജീവിക്കുന്ന കോഴിക്കോട്ടെ കച്ചവട കേന്ദ്രത്തിൽ വളരെ സജീവമായി നിൽക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് മറ്റു കമ്മ്യൂണിറ്റികളായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ മേമന്മാർ വരുന്നതും ഈ ബോംബെയിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ സിന്ധികൾ വരുന്നുണ്ട്. സിന്ധികൾ മുസ്ലിംസ് അല്ല, സിന്ധികൾ വരുന്നത് പാകിസ്ഥാനിലെ സിന്ധിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു മൾട്ടി കൾച്ചറൽ ഒരു ഡയമെൻഷനായിട്ടാണ് കോഴിക്കോട് വളർന്നു വരുന്നതെന്നുള്ള. അപ്പോൾ അവിടെ ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വോക്കിലൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കോഴിക്കോടിനെ ഒരു സമചതുരത്തിലോ വട്ടത്തിലോ നിങ്ങളൊരു 5 കിലോമീറ്റർ വട്ടത്തിൽ വരച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്മ്യൂണിറ്റിയും കാണാൻ പറ്റും. മുസ്ലിങ്ങളിലെ എല്ലാ സെക്റ്റുകളെയും കാണാൻ പറ്റും. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ എല്ലാ സെക്റ്റുകളെയും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഷിയാക്കളെ കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റും. ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എന്നുള്ള. ഒരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു സെൻറ്ററായിട്ട് മാറുന്നില്ല. അപ്പോൾ സാമൂതിരി എന്നൊരു ഫോക്കൽ പോയിന്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഈ ഭാഗത്ത് ഉണ്ടാവുന്നതാണ് ഈ കോഴിക്കോടിൻ്റെ ഈ ഒരു കൾച്ചറൽ സ്പേസ്. അത് ഗ്രാജ്വലി ഒരു 17-18 സെഞ്ച്വറി വരെ ടിപ്പുവിൻ്റെ വരവ് അതിൽ വേറെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ടിപ്പുവിൻ്റെ വരവ് സ്വാഭാവികമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു സപ്പോർട്ട് തുടക്കത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പിന്നീട് പലതും നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ടിപ്പു പല ബിസിനസ്സുകളും ട്രേഡുകളും നാഷണലൈസ് ചെയ്യുന്നുണ്ട്. ഈ നാഷണലൈസ് ചെയ്യുന്നത് കോഴിക്കോട്ടെ കച്ചവടക്കാർക്ക് നഷ്ടമാണ്. പക്ഷേ എനിക്കെപ്പോഴും സംശയം ഉണ്ടാകുന്ന ഒരു സാധനമാണ് കോഴിക്കോട്ടെ തറവാടുകൾ. എല്ലാവരും സന്ദർശിച്ചിട്ടുണ്ടാവും കുറ്റിച്ചിറ തറവാടുകൾ. ഒരു തറവാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തറവാടിൽ തന്നെ 50-ലധികം റൂമുകളുള്ള, 4 മുതൽ 8 വരെ കിച്ചണുകളുള്ള, 4ഓളം കിണറുകളുള്ള, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഒരു വാർഡ് എന്നൊക്കെ പറയാവുന്ന അത്രയും ആളുകളുള്ള ഒരു വീട്. ഇത്തരത്തിലുള്ള 100ഓളം വീടുകൾ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വീട് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം എക്സ്പെൻസീവ് ആയിരിക്കും. ആ സിസ്റ്റം ഉണ്ടാകുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. പൊതുവെ എല്ലാവരും പറയുന്നത് ഈ 6 മാസം കൂടുമ്പോഴാണ് ആഫ്രിക്കയിൽ നിന്നും അറബിക്കടലിലൂടെ ഹിപ്പാലസ്, അന്ന് കണ്ടെത്തിയ ആളെ പേരാണ് ഹിപ്പാലസ് എന്നൊരു കാറ്റ് വരുന്നുണ്ട്.
ഈ കാറ്റിൻ്റെ സമയത്താണ് അറബ്സ് വരുന്നത്. എഗെയിൻ അത് തിരിച്ചു പോകുന്ന സമയത്താണ് പായക്കപ്പൽ തിരിച്ചു പോവുക. ഈ ഒരു ഗ്യാപ്പിൽ അറബ്സ് ഇവിടെ താമസിക്കുകയും ഇവിടെ കല്യാണം കഴിക്കുകയും അങ്ങനെ ഒരു വീട്ടുകുടുംബവും കൂട്ടുകുടുംബവും ആയിക്കൊണ്ട് ഒരു മരുമക്കത്തായ സിസ്റ്റത്തിലേക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൾച്ചറൽ സ്പേസിന് എസ്പെഷ്യലി കോസ്റ്റൽ, ഇതിവിടെ മാത്രമുള്ളത് കോഴിക്കോട് തലശ്ശേരി മാത്രമുള്ളത്, ഇനി മലാക്ക, മലായ, മലേഷ്യ, ഇന്തോനേഷ്യ, ഈ ബെൽറ്റിൽ മുഴുവൻ ഇപ്പം മഹമ്മൂദ് കുരിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബെൽറ്റാണ്. ഈ ബെൽറ്റിൽ മുഴുവൻ ഉണ്ടാകുന്നത് ഏകദേശം ഒരേ കൾച്ചറൽ സ്പേസാണ്. ഫുഡിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാകുന്നു. കാരണം പുതിയാപ്പിള എന്നും വീട്ടിലുണ്ട്, എന്നും പുതിയാപ്പിള ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ സൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. 40 ദിവസം ആദ്യത്തിൽ തന്നെ സൽക്കാരം ഉണ്ടാകുന്നു. ഇങ്ങനെ ഭക്ഷണം, അതുപോലെ തന്നെ എല്ലാ മേഖലയിലുമുള്ള സാധനം ഉണ്ടാകുന്നു. ഒരു 17-18 നൂറ്റാണ്ടാകുമ്പോഴേക്കും ഇവർ ഇൻ്റർനാഷണൽ ബിസിനസ്സിലും വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടെ ഈ ഭാഗത്തുള്ള ആളുകൾ പലതും നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ഈ കൊപ്ര കച്ചവടവും മറ്റും എന്ന് മാത്രമാണ്. അല്ല, അവർ പ്രധാനമായിട്ടും നിൽക്കുന്നത് പിന്നെ കൊളംബോ, അതുപോലെ തന്നെ പിന്നെ മലേഷ്യ, ഇത്തരം സ്ഥലങ്ങളിൽ പലരുടെയും റൂട്ട് അന്വേഷിച്ച് പോകുമ്പം മലേഷ്യയിലെ വലിയ കച്ചവടക്കാരായിരുന്നു, കോഴിക്കോട്ടെ കച്ചവടക്കാരല്ല അവർ. മലേഷ്യയിലെയും കൊളംബോയിലെയും വലിയ കച്ചവടക്കാരായിട്ട് ആ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഒരു കൊളോണിയൽ ഘട്ടം വരുന്ന സമയത്ത് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കൊളോണിയലിസവുമായിട്ടും ഇവരുടെ ഒരു എൻഗേജ്മെൻറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കമ്മ്യൂണിറ്റി എന്ന് മാത്രമല്ല, അവർ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന പല ആചാരങ്ങളുമായിട്ടും, അതുപോലെ തന്നെ അവിടുന്ന് കലക്ടർമാർ വരുന്ന സമയത്ത്, വൈസ്രോയ്മാർ വരുന്ന സമയത്ത് ഈ മുഹമ്മദിയ സംഘങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഇവരെ സ്വീകരിക്കുന്നു, പല സ്കൂളുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പല മേഖലകൾ ഇടപെട്ടുകൊണ്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയെ കാണാൻ പറ്റുക. മറ്റൊന്ന് ലേറ്റർ, പിന്നീട് വളരെ ഗ്രാജുവലായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കാണുകയാണെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ പീരീഡിലും ഇവർ സജീവമായിട്ട് ഇടപെടുന്നു. അത് കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക, ഇപ്പോൾ നമ്മൾ പറയുന്ന യുനെസ്കോ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പാർട്ടിലെത്തുന്ന സമയത്തും എല്ലാവരും കൂടിയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. മുഹമ്മദ് റാഫി കോഴിക്കോടുകാരെ പറ്റി പറയാറുണ്ട്, ഒരാൾക്കും ഉറുദു അറിയില്ല, ഹിന്ദി അറിയില്ല, പക്ഷേ റാഫി ഫെസ്റ്റ് എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് നടത്തുമെന്നുള്ളത്. മുഹമ്മദ് റാഫി വന്നിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റാഫി ആഘോഷിക്കുന്നു. പ്രധാനപ്പെട്ട ലോകത്തുള്ള അറിയപ്പെടുന്ന എല്ലാ ഗസൽ സിംഗേഴ്സും ഇവിടെ നിന്ന് പാടുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രൂപ്പുകൾ വരുന്നു. ഏറ്റവും 1900 മുതൽ തന്നെ നമുക്ക് കോഴിക്കോട് വന്ന് അവതരിപ്പിക്കുന്ന തമിഴ് നാടക സംഘങ്ങൾ കോഴിക്കോട് വന്നിട്ട് നാടകങ്ങൾ അവതരിപ്പിച്ച് പോകുന്നത് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാരുടെ സമയമാകുമ്പോഴേക്കും ക്രൗൺ തിയേറ്റർ വരുന്നുണ്ട്. ഈ ക്രൗൺ തിയേറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് ഇംഗ്ലീഷ് ഫിലിമുകൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഫിലിം, ലിറ്ററേച്ചർ, നാടകം, പാട്ടുകൾ, പിന്നെ അത് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടാണ് നമ്മൾ ഫിലിം ഇൻഡസ്ട്രീൻ്റെ വേറൊരു ഫേസിലെത്തുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ ഒരു കൾച്ചറൽ ജെനിത് പീരീഡ് എന്ന് പറയുന്നതാണ്. ആ സമയത്താണ് അമ്മ അറിയാൻ പോലുള്ള സിനിമകളൊക്കെ വരുന്നത്. ഈ അമ്മ അറിയാൻ പോലുള്ള സിനിമകളിലൂടെ ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുന്ന സാധനം പറയാൻ പറ്റും. ഇതിലെല്ലാം നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഈ ഒരു നാടിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു നാടിൻ്റെ ഒരു ഫുഡ് ഏരിയ ആണെങ്കിലും കൾച്ചറൽ ഏരിയ ആണെങ്കിലും ഇതിലെല്ലാം ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുക. അഗെയിൻ കമ്മിങ് ടു ദ കൾച്ചറൽ പാർട്ടിൽ വരുമ്പം ഞാൻ പറഞ്ഞു ഈ സയ്യിദന്മാരുടെ ഒരു ലാംഗ്വേജ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. 2 ഭാഷ ഒരേ സമയത്ത് പലപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്. വെനെവർ ദെവർ ഡീലിംഗ് വിത്ത് എ കോമൺ പീപ്പിൾ മലയാളമായിരിക്കും. മലയാളം അവർ അറബി മലയാളം എന്നൊരു സാധനം ഡെവലപ്പ് ചെയ്യണം. അറബി തമിഴ് അപ്പുറത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ അറബി സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇവരെഴുതുന്നത്, ഇവർ സംസാരിക്കുന്നത്, ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ടാണ്. ഇപ്പോൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിൻ്റെ തൊഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതുന്നത് അറബിയിലാണ്. അദ്ദേഹം എന്നാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സാമൂതിരി എന്ന നമ്മുടെ നാട്ടുരാജാവിൻ്റെ കൂടെ നിന്നുകൊണ്ട് വിദേശിയായ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാനുള്ള ഒരാഹ്വാനം എന്ന നിലക്കാണ്. അത് സമർപ്പിക്കുന്നത് മറ്റൊരു രാജാവായ ആദിൽ ഷാക്കാണ്. ആദിൽ ഷാ ഒരു ഷിയാണ്, സുന്നിയല്ല. അപ്പോൾ സുന്നി അല്ലാത്ത ഷിയ ആയിട്ടുള്ള ആദിൽ ഷാക്ക് അറബിയിൽ എഴുതുന്നു, അറബിയിലൊരു പുസ്തകം എഴുതുന്നു. എഗെയിൻ ഇപ്പം ഞാൻ ഒരു മഖ്ദൂമി ഫാമിലീൻ്റെ ഒരു ലീനേജിലാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട്ടിൽ പരമ്പരാഗതമായിട്ട് വന്ന് എത്തിയിട്ടുള്ള എൻ്റെ വീട്ടിലെ അലമാറയിൽ ഒരു 10-15ഓളം കയ്യെഴുത്ത് പ്രതികളുണ്ട്. ഭംഗിയുള്ള അറബിയിലുള്ള കയ്യെഴുത്ത് പ്രതികളാണ്. ഈ പ്രതികളിൽ ചിലത് നമ്മളൊരു പഠനവിധേയമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് കോപ്പി അത് എഴുതിയിട്ടുള്ളത് മൊറോക്കോയിലാണ്. മൊറോക്കോയിലുള്ള ഒരു സാധനം ഒരു 250-300 വർഷം പഴക്കമുള്ള കയ്യെഴുത്താണ്. ഈ സാധനം
എൻ്റെ വീട്ടിലേക്കുള്ള ആ ഒരു കയ്യെഴുത്ത് പ്രതി എഴുതിയിട്ടുള്ളത് അരീക്കോടുള്ള ഒരാളാണ്. അപ്പോൾ അത് മൊറോക്കോയിൽ നിന്നും അരീക്കോട് വഴി എൻ്റെ മുക്കത്തുള്ള കൊടിയത്തൂർ എത്തുന്നത് വരെയുള്ള റൂട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രതി വരുന്നെങ്കിൽ അതിന് അത് എഴുതാനുള്ള വലിയ എക്സ്പെൻസീവാണ് ഒരു പുസ്തകം എന്നുള്ളത്. അപ്പോൾ ആ പുസ്തകം എഴുതാനുള്ള ആളുകൾക്ക് ചില ആളുകൾ വഖഫ് കൊടുക്കുകയാണ്. ഈ പള്ളിക്ക് വേണ്ടി ഒരു പുസ്തകം ഒരു വഖഫാണ്. അപ്പോൾ അതിനുവേണ്ടി എഴുതാനൊരു എക്സ്പേർട്ടിനെ നിയമിക്കുന്നു. അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയിട്ട് ആ പുസ്തകം കളക്ട് ചെയ്യുന്നു. എഗെയിൻ ഇതിൻ്റെ ഒരു ചെയിൻ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എത്രമാത്രം പിന്നെ ഇൻ്റർനാഷണലി ലിങ്ക്ഡ് ആണെന്നുള്ളതാണ്. ഇവർ അറബിയിൽ എഴുതി അറബിയിൽ സംസാരിച്ച് അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏകദേശം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പിന്നെ സൂഫി കമ്മ്യൂണിറ്റികളുണ്ടോ, ഖാദിരിയ, ചിശ്തിയ, ഏതൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം ലീഡേഴ്സ് കോഴിക്കോട് എത്തുന്നുണ്ട്. അവരെല്ലാം സംസാരിക്കുന്നുണ്ട്. ലെറ്റ് മീ ജസ്റ്റ് കംപ്ലീറ്റ് വിത്ത് ദ ലാസ്റ്റ് പാർട്ട് ദാറ്റ് വിൽ ബി ഓഫ് കോഴ്സ് അബൌട്ട് ദ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ. ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിൻ്റെ ഭാഗത്തെത്തുമ്പോഴും അവർ ഫസ്റ്റ് മുതൽ തന്നെ ഈ മൂറുകളെ കണ്ടുകൊണ്ടാണ് പോർച്ചുഗീസുകാർ വരുന്നത്. മൂറുകൾ അവർക്ക് പണ്ടേ തന്നെ അവിടെ ഒരു ഒരു പ്രശ്നവുമായിട്ടാണ് കിടക്കുന്നത്. കാരണം 11-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നിൽക്കുന്ന ഒരു ദീർഘമായ കുരിശു യുദ്ധത്തിൻ്റെ ഒരു ബാക്കിയുമായിട്ടാണ് വരുന്നത്. ഇവിടെ മൂറുകളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒരു ദീർഘകാലമായ യുദ്ധമാണ്. ഈ ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഫാമിലി ഒരു നൂറ്റാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊളോണിയലിസത്തിനെതിരെ യുദ്ധം ചെയ്തതിൻ്റെ കഥയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള മരക്കാർമാരുടെ കഥ. മരക്കാർ ഒരാളല്ല, മരക്കാർമാരാണ്. ഒരു മരക്കാർ മരണപ്പെടുമ്പം അടുത്ത മരക്കാർ, അത് മരണപ്പെടുമ്പോൾ അടുത്ത ഇങ്ങനെ ഒരു നൂറ്റാണ്ട് മുഴുവനായിട്ടും യുദ്ധം ചെയ്തുകൊണ്ട് എഗെയിൻ പിന്നീട് തൊഫത്തുൽ മുജാഹിദീനിലൂടെ അതുപോലെ തന്നെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ, പോർച്ചുഗീസ് വിരുദ്ധ, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. 1510 കുറ്റിച്ചിറ ആക്രമിക്കുന്നുണ്ട്. 1530 കോട്ട ഉണ്ടാക്കുന്നുണ്ട്. 1570 ആകുമ്പോഴേക്കും ചാലിയത്തെ കോട്ട പൂർണ്ണമായിട്ടും തകർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിലുള്ള പോരാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെയും ട്രേഡിൻ്റെയും കൾച്ചറലിൻ്റെയും ഒരു മിശ്രിതമാണ് കോഴിക്കോട് നിന്ന് നമ്മൾ ഒരു ടോട്ടൽ വ്യൂവിലേക്ക്, ഒരു ടോട്ടൽ ഹിസ്റ്ററി, ഒരു ടോട്ടൽ വ്യൂവിലേക്ക് ഒരു സ്റ്റോറി ടെല്ലറുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പലപ്പോഴും സൗന്ദര്യമായിട്ട് കാണുന്നത്. ആ സൗന്ദര്യത്തിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഭാഗം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത മതവിശ്വാസി ആയിക്കൊണ്ട് വിശ്വാസം, നിങ്ങൾ ഏത് മതമാണോ അതിനെല്ലാം അതേപോലെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കരിക്കെ തന്നെ ഈ നാട്ടിൽ അതിസുന്ദരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ പോകും എന്നതിൻ്റെ മനോഹരമായ ഒരു പിക്ചറാണ് കോഴിക്കോട് ലോകത്തിന് മുന്നിൽ വരച്ചു വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. താങ്ക് യു. സാറേ, ഈ അഹമ്മദിയ മുസ്ലിംസിനെ പറ്റിയുള്ള അഹമ്മദിയ മുസ്ലിംസ് ആക്ച്വലി പുതിയൊരു കമ്മ്യൂണിറ്റിയാണ്. 1810 അഹമ്മദിയ കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അത് പഞ്ചാബിലെ, ഇന്നത്തെ പാകിസ്ഥാനാണ്, ഇന്ത്യൻ്റെ പഞ്ചാബിലുള്ള കാദിയാൻ എന്നൊരു സ്ഥലത്താണ് മിർസ ഗുലാം അഹമ്മദ് എന്ന ഒരു വ്യക്തി താൻ പ്രവാചകനാണ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിശ്വാസപ്രകാരം ഏറ്റവും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദാണ്. അപ്പോൾ അതിനുശേഷം ഒരു പ്രവാചകവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് അതെത്തുന്നത് കണ്ണൂരിൽ നിന്നുമുള്ള ഒരാളിങ്ങനെ പല യാത്രകളും നടത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അനുയായികളെ കാണുകയും അങ്ങനെ കണ്ണൂർ ആണ് ആദ്യം എത്തുന്നത്. പിന്നീടാണ് കോഴിക്കോട് എത്തുന്നത്. കോഴിക്കോട് ഞങ്ങളെ കൊടിയത്തൂർ, അതുപോലെ തന്നെ മലപ്പുറം, കണ്ണൂർ, ഈ ഭാഗത്തൊക്കെയാണ് കാദിയാനി കമ്മ്യൂണിറ്റി ഉള്ളത്. കാദിയാനി കമ്മ്യൂണിറ്റിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ, എസ്പെഷ്യലി കേരളത്തിലെ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും പ്രധാനപ്പെട്ട സെൻറ്റർ കോഴിക്കോടാണ്. കാദിയാനികൾ എന്ന് വിളിക്കുന്ന അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ കോഴിക്കോട് തന്നെയാണുള്ളത്. When did exogamy with local population start of the Muslim communities who through came marriage? മാരേജിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബേസിക്കലി എത്തിനിക്കലി പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ഉണ്ട്. ഒന്ന് ദ പ്യുവർ അറബ് കമ്മ്യൂണിറ്റിയാണ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ അറബ്, ഇവിടെയുള്ള ലോക്കൽ മുസ്ലിംസിനെ കല്യാണം കഴിച്ചതാണ്. മറ്റൊന്ന് ഇവിടുന്ന് കൺവേർട്ട് ചെയ്താണ്. ഈ കൺവേർട്ടിൽ തന്നെ ഡിഫറെൻ്റ് ഉണ്ട്. ഒന്നാണ് പൂയിസ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതു മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം, എസ്പെഷ്യലി ദ കോസ്റ്റൽ റീജിയനിൽ കൺവേർട്ട് ചെയ്ത കമ്മ്യൂണിറ്റിയാണ് പൂയിസ്ലാൻ എന്ന് വിളിക്കുക. അവർ പലപ്പോഴും ജാതീയപരമായിട്ട് വളരെ താഴ്ന്നതിൽ നിന്ന് വന്നുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എത്തിയപ്പോഴും ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഈവൻ 1920കളിലുള്ള കൊളോണിയൽ റെക്കോർഡ്സിൽ ഈ താനൂർ ഭാഗത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ പൂയിസ്ലാൻ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സാധാ മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാൻ പറ്റും.
ഇങ്ങനത്തെ ഉണ്ട്. ഇൻലാൻഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇൻലാൻഡിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർ കർഷകരാണ്. അപ്പോൾ കർഷക കമ്മ്യൂണിറ്റിയാണ്. അവിടെയും ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ തറവാട് ഇവിടുന്ന് അങ്ങോട്ട് പോയ ആളുകളുണ്ട്. സോ ഡിഫറെൻ്റ് എത്നിക് ആയിട്ടുള്ള ആളുകളാണ് ദ മെജോറിറ്റി മാപ്പിളാസ്, ദ സോ കോൾഡ് കോട്ട് ആൻഡ് അൺകോട്ട് മാപ്പിളാസ് വർ കൺവേർട്ടഡ് ആണ്. അല്ലാത്തവർ കമ്പാരിറ്റീവ്ലി കുറവാണ്.